സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹു മൗലാനൽ അദീം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകും സതറവുന റബ്ബകും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. ഖാല നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി വഅല ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, കൊച്ചനുജന്മാരെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ മജ്ലിസിന്റെ 1ാമത്തെ ദിവസമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. സമയം നല്ലതുപോലെ താമസിച്ചു എന്നെനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. ഒരു 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇതേ സ്ഥലത്ത് ഞാൻ വഅദിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 വർഷം മുമ്പ് ഇവിടെ വന്ന് വഅദ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. 4 വർഷത്തിന് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ മണ്ണിൽ അതേ സ്ഥലത്ത് വരാൻ അല്ലാഹു ഒരു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതിലുപരി വലിയ സന്തോഷമുണ്ട്. ഒരുപാട് പേരെ
കാണാൻ കഴിഞ്ഞു. അന്ന് കണ്ടിരുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുവാനും ആ ബന്ധമൊന്ന് പുതുക്കുവാനും നിങ്ങളോടൊക്കെ ദുആ വസിയ്യത്ത് ചെയ്യാൻ ആ ഒരു നല്ല ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ആ ദഫ് മനസ്സിന് വല്ലാത്ത, ഞാൻ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കടന്നുപോയത് കണ്ടപ്പോൾ. ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ കുറവാണ് കാണാൻ കഴിയുക. മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ മനുഷ്യന്റെ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു റിഫായിഷിന്റെ ഇതല്ലേ അൽഹംദുലില്ലാ, അതിന്റെ ആരാണോ അതിന്റെ ഖലീഫ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പങ്കെടുത്ത എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരുടെ പൊരുത്തവും സ്നേഹവും അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം 10:40 നല്ലതുപോലെ താമസിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 3 ദിവസം ഉള്ളത് കൊണ്ട് ഇന്നിപ്പോൾ അല്പം 3 ദിവസമുണ്ടല്ലോ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉദ്ഘാടനവും സ്വാഗതവും ആശംസയൊക്കെ മാക്സിമം പറയാൻ പറ്റുന്നതൊക്കെ ഇന്നങ്ങ് പറഞ്ഞു തീർക്കുക. നാളെ 9:30 വഴുതു തുടങ്ങും. നാളെയും മറ്റേനാളും സ്വാഗതമോ ആശംസയോ ഒന്നുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ അതൊക്കെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാനും യാത്രയുടെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴുതു പറഞ്ഞ് 12 മണിക്ക് മുമ്പ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്തൊരു സ്നേഹമില്ലാത്ത പോലെ, എന്തോ ദേഷ്യമുള്ളത് പോലെ? ഞാനല്ലല്ലോ താമസിപ്പിച്ച, ഞാൻ ഉച്ചയ്ക്കേ വന്നതല്ലേ. അപ്പം ഇതുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ നിങ്ങളിങ്ങനെ മസ്ല് പിടിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പം എല്ലാവരും ഇന്ന് പതുക്കെ എഴുന്നേറ്റ്. ആണുങ്ങൾ നിങ്ങളൊന്ന് എഴുന്നേക്കല്ലേ, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ആ കസേര ഇത്തിരി മുന്നോട്ട് കയറ്റിയിട്ട് നിങ്ങളുടെ മുഖം കാണാം. എല്ലാം ഇരുട്ടത്ത് പോയിരിക്കുക. ഒന്ന് കുറച്ച് മുന്നോട്ട് കയറിയെന്ന് നിങ്ങളൊക്കെ കാണാൻ പറ്റും. ആ പുറത്ത് നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ, ആ പുറത്തേക്കണ സഹോദരങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കോ. ആ പുറത്തേക്കണവരൊക്കെ കയറിയിരിക്കാം. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ ഈ സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 12 മണി വരെ ഇരിക്കുകയല്ലേ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ഒരു 12 മണി വരെ ഇരിക്കുകയല്ലേ. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെയൊക്കെ അവസാന സമയം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? എല്ലാം ആന്നാ പറയണേ. ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ പലരും ആന്ന് വാതുറന്ന് കാണിക്കുന്നു. പല്ലുവേനയാണ് ഉസ്താദിന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി എന്താണെന്ന് പോലും നമ്മളൊക്കെ മറന്നുപോയി. അതാണ് അതിന്റെ സത്യം. ഒരിക്കൽ മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, ഹബീബേ നിനക്ക് സുഖമാണോ? അപ്പൊ ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ് നബിയെ. അപ്പൊ ആ ഒരു മറുപടി കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബിയോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ? അപ്പൊ ആ സഹാബി ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇതുപോലെ എന്തോ ഒരു മറുപടി പറഞ്ഞു, സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ, ഖൈറാണ് നബിയെ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ടൊന്നും വേണ്ടിയില്ല, ചിരിച്ചു, അത്ര തന്നെ. സുഖമാണെങ്കിൽ സുഖം, ഓക്കെ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേന്ന്.
ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് എന്തേ ആ ദുആ ഇല്ലേ എന്ന്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടി, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി പറ, സുഖമാണോ? എനിക്ക് തെറ്റിയതാണോ അതോ ഇവര് പറഞ്ഞതാണോ? സുഖമാണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടേന്ന്. അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത് എന്നറിയാം, പക്ഷെ പറയൂല നമ്മള്. അത് ഉസ്താദന്മാർക്കുള്ളത് അല്ലെങ്കിൽ അറബികൾക്കുള്ളത്, അമ്മക്കുള്ളതല്ലല്ലോ ഒന്നും. എന്റെ പൊന്നാര സഹോദര സഹോദരി, അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്, അങ്ങനല്ലേ പഠിച്ചിരിക്കുന്നേ. അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ എനിക്ക് റാഹത്താണ്, ഇങ്ങനെയല്ലേ മറുപടി പറയേണ്ടത്. അപ്പൊ പഠിച്ച അറിവുകൾ നമ്മൾ മറന്നു തുടങ്ങി. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? ഉറക്കപ്പറ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. പൈസ ഉണ്ടോ എല്ലാത്തിന്റെ കയ്യില്? അൽഹംദുലില്ലാ. അതാ കേൾക്കേണ്ടത്. അത് മാത്രം കേട്ടാൽ മതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ പഠിച്ചു. ഞാനങ്ങ് കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഒരു അൽഹംദുലില്ലാ പഠിച്ചു, ഇല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സത്യം പറഞ്ഞാൽ ഇവിടത്തെ വയലൊന്നും ലൈവില് പോകാത്തതാ. ഇന്ന് വലിയ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പരിപാടിയൊക്കെ ക്യാമറയൊക്കെ വെച്ച് കേരളക്കാരെല്ലാവരും എവിടെ ഇരുന്നാലും അൽഹംദുലില്ലാ ലക്ഷദ്വീപിന്റെ വയല് കേൾക്കാൻ കഴിയുമല്ലോ. അൽഹംദുലില്ലാ. കാലം വല്ലാതെ മാറിയിരിക്കുന്നു. അള്ളാഹു എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ ഇവിടെ കുറച്ച് ആള് കൂടി നിൽക്കുന്നല്ലോ? അപ്പൊ നബിതങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോ സഹാബത്ത് കൂടെ വന്നവര് പറഞ്ഞു, നബിയെ, അവരൊരു ഖബറ് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂടി നിൽക്കുന്ന ആൾക്കാര് അവിടെ നിന്നുകൊണ്ടൊരു ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാ. ഖബറ് കുഴിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ, ഖബറ് കുഴിക്കുകയാണ് എന്ന് നബിതങ്ങളോട് പറയുമ്പോ, ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് ആ ഖബറ് കുഴിക്കുന്ന സ്ഥലത്തേക്ക് നബിതങ്ങൾ പോകാൻ തുടങ്ങി. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് തന്റെ കൂടെ വന്നവരുടെ ഇടയിൽ നിന്ന് വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്തേക്ക് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോ ഈ ഖബറ് കുഴിച്ചുകൊണ്ടിരുന്ന സഹാബത്ത് മുഴുവനും മാറി നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരോടും ഒന്നും മിണ്ടാതെ നബിതങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്ത് വന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഖബറ് കുഴിച്ചുകൊണ്ടിരുന്നവരും നബിതങ്ങളുടെ കൂടെ വന്നവരും എല്ലാവരും നബിതങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. ആ സമയത്ത് കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്തിരുന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരാളോട് പോലും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു, യാ സ്വഹാബ, തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ,
ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചിട്ട്, ആ കുഴിച്ചിട്ടിരിക്കുന്ന ഖബർ കാണിച്ചിട്ട് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബത്തേ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ. 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടും എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. സഹോദരാ, ഒരു ദിവസം നിനക്കും വരാനുണ്ട്. ഇവിടത്തെ കാണുന്ന പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയുടെ പറമ്പില് നിനക്ക് വേണ്ടി ഒരു ദിവസം ഖബർ കുഴിക്കുന്ന ഒരു ദിവസം അതാ നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ഓർമ്മയാണ് നിനക്ക് വേണ്ടത്. ആ ചിന്തയൊന്നും നമുക്കില്ലടോ. മരിക്കേണ്ടവരാണ്, ഖബറിൽ പോകേണ്ടവരാണ്, പരലോകത്ത് പോകേണ്ടവരാണ്. നരകമുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ട്. ഈ ചിന്തയൊന്നും എനിക്കും നിങ്ങൾക്കുമില്ല. പടച്ചവനെ, മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഉസ്താദേ, എവിടെ പോയാലും മരണവും കർമ്മം നരകവും പരലോകവും ഇതൊന്നുമല്ലാതെ വേറെ ഒരു വിഷയവുമൊന്നുമില്ലേ. കേട്ടു മടുത്തിരിക്കുകയാണ്. പലരും മരണ വീട്ടിൽ പോലും പോകാറില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നും, ആ മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയൊന്നും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പടച്ച റബ്ബേ, ആ ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം സഹോദരാ. പടച്ചവനെ, നമ്മൾ ഖബർ കാണുന്നവരാണ്, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണ്, ആ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്കൊന്നും ആ ഓർമ്മയില്ല, ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ല, ഖബറിനകത്ത് പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തമാശ പറയുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രീയം പറയുന്നത് എവിടെ നിന്നാണ്? ചിരിക്കുകയും കളിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുന്നത് എവിടെ നിന്നാണ്? പടച്ചവനെ, ഖബറിന്റെ ചാരത്ത് നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഥാ പടച്ചവനെ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഖബർ കുഴിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനെ ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവന് മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച് തമാശ പറഞ്ഞിട്ടാണ് അവനും ഖബർ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഖബർ കുടിക്കുന്നവന് പേടിയില്ല, ഖബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല, മണ്ണുവാരിയിടുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, സിയാറത്ത് ചെയ്യുന്നവന് പേടിയില്ല. എല്ലാവരും കളിയാണ്, തമാശയാണ്. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതിന്റെ കാരണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖബർ കുഴിക്കുന്നവന് പേടിയില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഖബർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമാ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ ഭയപ്പെടണം. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ ഖബർ കാണുമ്പോ കരയാറുണ്ടോ? നമ്മളിൽ ഒരാൾക്കും കരച്ചൽ വരില്ല, നമ്മൾ ഒരാളും കരയാറുമില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? നിനക്ക് ആ ഖബറിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ആ
ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണം, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണം ഞാനോ നിങ്ങളോ അറിഞ്ഞിരുന്നെങ്കിൽ, അള്ളാന്റെ റസൂല് പറയുന്നു, കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, അത് കഴിക്കുന്നതിന് മുമ്പ്, അത് കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദ്രി, നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു, നെഞ്ചത്തടിച്ച് നിലവിളിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പെടുന്ന ഓർമ്മപ്പെടുത്തുമ്പോ ഈ വാഴ കേൾക്കാമെന്നവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ വാഴ പറയുന്ന ഞാനാണോ നിങ്ങളാണോ? എടോ, മരിക്കാൻ രോഗമൊന്നും വേണ്ട. ക്യാൻസറും ട്യൂമറും മാരകമായ രോഗം വന്നവര് മാത്രമല്ല മരിക്കുന്നത്, എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാ. ചിരിയും കളിയും തമാശയുമായി നടക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്, എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ചിരിയാ. എവിടെ നോക്കിയാലും ചെറുപ്പക്കാരാ സന്തോഷത്തിലാ. മോനെ, ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ, ജീവിതം ആസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ സിറാകി നഅലിഹി. ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് ആസ്വദിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് സഹോദരാ. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ വേണേ, ഖബറിൽ കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത വരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. അതുകൊണ്ട് ഒരു ദിവസം ഈ കാണുന്ന നിങ്ങളുടെ നാട്ടില്, അത് ഇവിടത്തെ പള്ളിയാകട്ടെ അല്ലെങ്കിലും ഒരു പരിസരത്തുള്ള പള്ളിയാകട്ടെ, ഏതോ പള്ളിയിലാണെങ്കിലും ഒരു ദിവസം നിനക്ക് വേണ്ടി ഖബർ കുഴിക്കും, ഒരു ദിവസം നിന്നെ അതിനകത്ത് കൊണ്ടുപോയി ഖബറടക്കും. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാ. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുവോ? മരിക്കുവോ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാഹ്. വാപ്പ, നീ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്റായീൽ പൊക്കും, അത് വേറെ. വാപ്പ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് കൈ പൊക്കാതെ ഇരുന്ന അങ്ങ് രക്ഷപ്പെടുന്ന, നിന്നെ കറക്റ്റ് സമയത്ത് തന്നെ അസ്റായീൽ കൊണ്ടുപോകും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും മരിക്കും. അത് എപ്പോഴാണെന്നറിയില്ല. ഇപ്പൊ എന്റെ കൂടെ വരുന്ന സുൽഫി എന്ന ചെറുപ്പക്കാരൻ, അവന്റെ ഉമ്മയുടെ വാപ്പ, ഞങ്ങള് കൊച്ചി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക. കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറുന്നു, ബസ് വന്ന് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. അവന്റെ ഉമ്മയുടെ വാപ്പ ഇന്ന് രാവിലെ മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രാവിലെ ഇങ്ങോട്ട് വരാൻ നേരത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ഉമ്മയുടെ വാപ്പ മരണപ്പെട്ടു പോയി, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നമുക്കവിടെ മജ്ലിസിൽ പോയിട്ട് ദുആ ചെയ്യാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? കാരണം ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അവസാന സമയമായി.
അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ദുആ, മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കടന്നു വരാം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് എപ്പോ എവിടെ വെച്ചാണെന്നൊന്നും അറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എപ്പോ വേണമെങ്കിലും തേടി വരാം. അതിന് പ്രത്യേക കാരണമോ രോഗമൊന്നും വേണ്ട. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കേ, കേരളത്തിൽ മംഗലാപുരത്ത് കർണാടകയിൽ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംഭവം നിങ്ങൾ വായിച്ചവരാ, പഠിച്ചവരാ. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ലോഡ് വണ്ടിയും ഒരു വണ്ടിക്കകത്ത് ഒരു ലോഡ് തടിയുമായി പോകുമ്പോ ഒന്ന് വണ്ടി നിർത്തിയതാണ്. ആ ചെറുപ്പക്കാരൻ വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മല ഇടിഞ്ഞ് മുകളിലേക്ക് വീണത്. ഇന്ന് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നപ്പോ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്ന് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ, ഈ വെള്ളിയാഴ്ച ദിവസം എന്റെ അടുക്കൽ എത്രയോ ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് ഇന്നത്തെ ജുമാക്ക് ദുആ ചെയ്യുമ്പോൾ അർജുനന് വേണ്ടി ദുആ ചെയ്യണേ. വെള്ളിയാഴ്ചത്തെ ദുആയിൽ പോലും ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തിന്റെ വെറും മലയാളികൾ മാത്രമല്ല, ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് എല്ലാവരും പ്രാർത്ഥനയില, രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒന്ന് കണ്ടുകിട്ടുവാനുള്ള ഒരു കാര്യത്തിലേക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് ഒരു സംഭവം, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി എന്നറിയുമ്പോ ആ ചെറുപ്പക്കാരന്റെ നാട്ടുകാരെ, പ്രത്യേകിച്ചും മലയാളികളായ സഹോദരങ്ങൾ, ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ പലരും പറയുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ മഴയും വെള്ളപ്പൊക്കവും കാറ്റുമടിക്കുന്ന ആ നാട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരൻ എന്തു സംഭവിച്ചു, അവനെ കണ്ടെത്തണം, അതിനുവേണ്ടി എന്തു സഹായം ചെയ്യാനും ജനങ്ങൾ തയ്യാറാകുന്നു. അതങ്ങനെ ഒരു പ്രത്യേക ഗുണം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർന്ന ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, ആ സമയം കൊറോണയുടെ സമയമാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം, അവരുമായി ബന്ധപ്പെടുന്നവർ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം. അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർത്തത്. ആ സമയത്താണ് സ്വന്തം ആരും ഒന്നും നോക്കിയില്ല. അവര് ക്വാറന്റൈനിലാണോ അല്ലെങ്കിൽ അവര് ഗൾഫിൽ നിന്ന് വരുന്നവരാണോ, അങ്ങനല്ല, ഒരു മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില കൊടുക്കാൻ അവർ തയ്യാറായി ഓടിച്ചാടിച്ചെന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം. എന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ ഒരു ചാലിനകത്ത് അകപ്പെട്ടു പോയത്. വേസ്റ്റ് ഒഴുകുന്ന ഒരു ചാല്. സത്യം പറഞ്ഞാൽ ആ റോഡിലൂടെ നടന്നു പോകുന്നവര് പോലും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുപൊത്തും. അത്രയും ദുർഗന്ധമടിക്കുന്ന ആ ചാലിനകത്ത് ഒരു സാധുവായ മനുഷ്യൻ അകപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി, ആ ചാലിനകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തോ വല്ലാതെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ ചാലിനകത്ത്, ആ വൃത്തികെട്ട വെള്ളത്തിന്റെ അകത്ത് മുങ്ങുകയാ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പ്രത്യേകിച്ചും മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു ബഹുമാനവും അതിന് വല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് കടലിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ വള്ളമെടുത്തിട്ടാ പോയി രക്ഷപ്പെടുത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സമയത്താണ് എങ്ങനെയാണ് അപകടം വരുന്നറിയില്ല. ആ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് 12 or 13 ദിവസമായി ഇതുവരെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ആ സഹോദരന്റെ കുടുംബം വല്ലാത്ത വേദനയില, വല്ലാത്ത സങ്കടത്തില. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരൻ, പടച്ചവനെ, നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും നമ്മളുടെ കുടുംബങ്ങളെയും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എവിടെ വെച്ചാണ് അപകടം ഉണ്ടാവുക, മരണമുണ്ടാവുക നമുക്കറിയില്ല. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും മരിക്കൂലേ? മരിക്കുവോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ സ്റ്റേജിലുള്ള ആരും മിണ്ടണില്ല. മരിക്കുവോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെന്ന് അതിനർത്ഥം. മരിക്കുമോ എന്ന് നോക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്നല്ല, മരിക്കുവോ? നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും ഒരു ദിവസം മരിക്കും. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷെ ആ മരിക്കുമ്പോ ആ അസ്റായിൽ നമ്മളെ കാണാൻ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു, നീ സ്വർഗത്തിന്റെ അവകാശിയാ.
ഈ പറയുന്ന കാര്യം ചെയ്യാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് 3 ദിവസമുണ്ട്. ഈ 3 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ നന്മകൾ പഠിക്കാം, എന്നിട്ട് ആ നന്മകൾ ചെയ്യാം. മരിക്കുന്നതിന് മുമ്പ് ആ നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇരിക്കല്ലേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അല്ലാതെ വെറും കയ്യോടെയാണ് പോകുന്നതെങ്കിൽ പണ്ടാരോ ചന്തയ്ക്ക് പോയതുപോലെ ആയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ കടലിൽ കടന്നാണോ, കരയിൽ കടന്നാണോ, ആകാശത്ത് വെച്ചാണോ, പടച്ചവനെ വീടിനകത്താണോ, വാഹനത്തിലാണോ, നടുറോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, വെന്റിലേറ്ററിലാണോ, എവിടെ കടന്നാണ് നീ മരിക്കുന്നതെന്നറിയില്ല. പക്ഷേ നീ എവിടെ കിടന്നു മരിച്ചാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നീ എവിടെ കിടന്നു മരിച്ചാലും നിന്റെ ആ അവസാനത്തെ വാക്ക്, നിന്റെ നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അവസാനമായി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, ഇത് പറഞ്ഞു മുസ്ലിമായിട്ടേ നീ മരിക്കാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞ ഒരു കാര്യം, നീ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അപ്പൊ ആമീൻ വേണമെങ്കിൽ പറയാനൊക്കെ അറിയാം അല്ലേ? വേണമെന്ന് വെച്ച ശബ്ദമൊക്കെ ഉയർത്തി പറയാനറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ട് മരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലരൊക്കെ ചിരിക്കുന്നു, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഈ ദിക്ർ പറയും. ഉസ്താദ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ എടാ മുതുകുടിക്കാൻ അറിയത്തില്ല ഈ ദിക്ർ? മുസ്ലിമാണെന്ന് പറഞ്ഞു കിടക്കണ ഏത് ചങ്ങാതിക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ. ഇത് പറയാനാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. എടോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയുക, അതത്ര എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. താടിയും തഴമ്പൊക്കെ ഉണ്ട്, ഉസ്താദ് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, വഅദ് പറയുന്നുണ്ട്, ഇമാമാണ്, പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഞാൻ വലിയ ആളാണ്, എനിക്കിത് പറ്റുമെന്ന് പറഞ്ഞു ഉറപ്പിച്ചങ്ങ് നെളിഞ്ഞടക്കാം. നമ്മളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിന്റെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. അതിന്റെ മഹത്വമോ അതിന്റെ സ്ഥാനമോ നമുക്കറിയില്ല. ഇപ്പൊ ഒരു വീട്ടിൽ മരണപ്പെട്ടു,
70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ആരാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസുണ്ട്, മീസാൻ എന്ന് പറയുന്ന ത്രാസ്. ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, അതിന്റെ വലുപ്പം എത്രയാണെന്നറിയോ? ഈ നന്മ തിന്മ തൂക്കുന്ന ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് ആർക്കും അറിയോ? നബിതങ്ങൾ പറയുകയാ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശവും ഭൂമിയും വരെ ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റും. അത്രയും വലുപ്പമുള്ള ഒരു ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ്. അപ്പൊ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത് നബിയേ? ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ? ഇവിടെ ഈ കാണുന്ന കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നത് പോലെ അത്രയും വലുപ്പമുള്ള ഈ ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കും? അപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത്, ആ ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറയിപ്പിച്ചു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ബലായാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്ന് പറഞ്ഞുതാ നബിയേ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, വാപ്പാ താടിയും തഴമ്പമുള്ള ജുബ്ബയും തൊപ്പിയും ഇട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഫർദയും ധരിച്ച് വാഴ കേൾക്കാൻ വരുമ്പോ കയ്യിലെ തസ്ബീഹ് പിടിച്ചിട്ട് ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ, അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല. അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല. അത് പറഞ്ഞിട്ട് മരിക്കൽ എളുപ്പമല്ല. ഉറപ്പിക്കല്ലേ വാപ്പാ, ഉറപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം പണിയുകയാണ്. ഒരു പള്ളി കെട്ടുന്നതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്തതെന്നറിയുവോ? സ്വർഗ്ഗം തരണേ എന്നല്ല. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി പറയുന്നു, അല്ലാഹ് നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി രണ്ടാമത് പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഇബ്രാഹിം നബിയും പടച്ചവനോട് ദുആ ചെയ്യുന്നത് മുസ്ലിമാക്കി മരിപ്പിക്കണേ പടച്ചവന്. ഇബ്രാഹിം നബിയുടെ ആഗ്രഹമായിരുന്നു, ഇബ്രാഹിം നബിയുടെ ദുആയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കിടക്കുമ്പോ യൂസുഫ് നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? കൂടപ്പിറപ്പുകളെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി വലിച്ചെറിഞ്ഞ യൂസുഫ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവസാനം പടച്ചവനെ കൊണ്ടുവന്നിട്ട്
കമ്പോളത്തിൽ കൊണ്ടുവന്ന് അടിമയെ പോലെ വിൽക്കുകയാണ്. അവിടെ നിന്ന് അവസാനം സുലൈഖയുടെ കൊട്ടാരത്തിൽ പോയി, അവിടെ നിന്ന് ജയിലറയ്ക്കകത്ത് പോയി. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ആ ഈജിപ്തിന്റെ രാജാധികാരം അല്ലാഹു കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയുമോ? റബ്ബിക ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിന തഅവീലിൽ ഹദീസ്. അല്ലാഹുവോട് പറയുന്ന പടച്ചവനെ, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നോ, എനിക്ക് അധികാരം തന്നോ. യൂസുഫിന് വേണ്ടത് അധികാരമല്ല, യൂസുഫിന് വേണ്ടത് സ്വപ്നവ്യാഖ്യാനമല്ല. യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ, മരിക്കുമ്പോ മുസ്ലിമായി മരിക്കണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തത് എന്തെന്നറിയുമോ? വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. പ്രവാചകന്മാര് മക്കളോട് ചെയ്ത വസിയത്താണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഈ അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരുപാട് നിഅമത്ത് ചെയ്ത ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന പെങ്ങള്, ആയിഷാ ബീബി പറയുന്ന ഹദീസ് വായിച്ചു നോക്കൂ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ കിടന്ന് കരയുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞിട്ടാണ് കരയുന്നതെന്നറിയാൻ ഉറക്കത്തിൽ നിന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണ്. എന്തു പറഞ്ഞിട്ടാണ് നബി തങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. ആയിഷ ബീബിയുടെ കണ്ണ് നിറയുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ, അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ, മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാൻ പറ്റുമെന്ന് അങ്ങയ്ക്ക് മുറപ്പില്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു പോകാം ആയിഷ, അത് പടച്ച റബ്ബിന്റെ കയ്യിലാണ്. എപ്പോ വേണമെങ്കിലും അല്ലാഹു തിരിച്ചു കളയുമല്ലോ എന്ന് നബി തങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, വാപ്പാ, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ, ഈമാനില്ലാതെ മരിച്ചുപോയവരുടെ കഥയറിയുമല്ലോ. അതുകൊണ്ട് എപ്പോഴെപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിച്ചു പോകുമല്ലോ. അല്ലാഹുവേ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ചരിത്രം അറിയാമല്ലോ, നൂഹ് നബിയുടെ മകന്റെ ചരിത്രം അറിയാമല്ലോ, ലൂത്ത് നബിയുടെ ഭാര്യയുടെയും ചരിത്രം അറിയാമല്ലോ. അതുകൊണ്ട് സഹോദരാ, എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, എന്നാൽ എവിടെ വെച്ചു മരിച്ചാൽ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എപ്പോഴാണ് മനുഷ്യന്റെ ആത്മഹത്യ ചെയ്യുന്നത്? എല്ലാരും തീരുമാനിച്ചു വെച്ചിട്ടല്ല, എല്ലാരും തീരുമാനിച്ചു വെച്ചിട്ടല്ല ആത്മഹത്യ. ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ചങ്ങനാശ്ശേരി തിരുവല്ലയിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രായം ചെന്ന ഒരച്ഛനും അമ്മയും
ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയും കാറിനകത്ത് രണ്ടുപേരും കാറിനകത്ത് ബെൽറ്റ് ഇട്ടിട്ടിരുന്നിട്ട് അവര് ആത്മഹത്യ ചെയ്തു. രണ്ട് ശരീരവും കത്തിക്കരിഞ്ഞു പോയിടോ. പെട്രോൾ എങ്ങാണ്ട് ഒഴിച്ചിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം സഹോദര, നമ്മൾ ചോദിക്കും പടച്ചവൻ അയാൾ എന്തിനാ അത് ചെയ്ത് അറിയില്ല. ഒരൊറ്റ നിമിഷം എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം? അത് അള്ളാന്റെ കയ്യിലാ. ഈ തൂക്കിയിട്ടിരിക്കുന്ന പട്ടത്തിൽ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പോലെ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ നമ്മളെ കാക്കുമാറാകട്ടെ. എടോ, ജമാഅത്തിന്റെ ഹജ്ജിന് പോയ ആൾ ആത്മഹത്യ ചെയ്തില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തിട്ട് വന്ന ഉമ്മയാണ് ഒരു കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തത്. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയിലെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ? അള്ളാഹുവിന്റെ പള്ളിയിലെ പ്രസിഡന്റ് എന്തിനാ? എത്രയോ ഹാഫിളീങ്ങൾ. ഇങ്ങനെ ചരിത്രം നോക്ക്. എടോ, അതാ പറഞ്ഞത്, എപ്പോഴാ അത് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹ് നല്ല മരണം തരുമാറാകട്ടെ. ഈ പറഞ്ഞ നൃത്തം താടിയും തഴമ്പും. ഉസ്താദ് ബക്കറ്റ് പിരിവിന്റെ കാര്യം തുടങ്ങി. ഇന്ന് വേറെ പിരിവൊന്നും ഇല്ലപ്പാ. ഉള്ളതൊക്കെ ഇൻഷാല്ലാ അവസാനം മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്മാർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു ഈമാനുള്ള മരണം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നാര സിറാജ്, ഉള്ള സമാധാനം കൂടെ നീ കളഞ്ഞല്ലോ. എടാ, മനുഷ്യ എങ്ങനെയെങ്കിലും പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ കഥ, യൂസുഫ് നബിയുടെ കഥ, നബിതങ്ങളുടെ കഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? കൈപൊക്കിക്ക്. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ, ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. അതുകൂടെ പറ. ആ കൈ പൊക്കാത്തവനില്ലേ? ചിലരങ്ങനെ മതകളെ ആന വന്നാലും നെഞ്ചു വിരിച്ചു നിൽക്കും. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കണ്ടാ ഇപ്പൊ പൊങ്ങിയണ്ട. എന്നാ ചിലരങ്ങനെ, പാപ്പ പറഞ്ഞു മോനെ അതിങ്ങ് എടുത്തിട്ട് പാടാ. ഞാൻ പോത്തില്ല. പാപ്പയുടെ ശബ്ദം, എടാ പോയി എടുത്തിട്ട് പാടാ. ഞാൻ പോത്തില്ല. തലയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് പാടാ. പോയി എടുത്തിട്ട് വരും. ചിലര് ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? വേണോ? പൈസയുടെ ചെലവ് വല്ലതും ഉണ്ടോ? ഇല്ല. എടാ, 5 നയാ പൈസയിൽ നീ എന്തിനാ പേടിക്കണം? എന്തിനാ? നല്ല മരണം വേണോ? 5 നയാ. ഞാൻ ഇന്ന് ഉസ്താദിന്റെ കൂടെ ഖബർ സിയാറത്തിന് കേട്ടു. നോമ്പുകാരനായിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇന്നും ആ മുഖം നിങ്ങൾ മറക്കുന്നില്ല, എനിക്കറിയാം. അത് വെറുതെ കിട്ടിയതൊന്നുമല്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ, ആ മക്കാമിലുള്ള ആ പള്ളിയല്ലേ ഖിദ്മത്ത് ചെയ്ത മനുഷ്യൻ അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. നീ എന്നും പറഞ്ഞ് നടക്കണ്ടാട്ടാ. വാപ്പായ്ക്ക് നല്ല മരണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓൻ ചിരിച്ചോണ്ട് നടക്ക. വാപ്പായ്ക്ക് നല്ല മരണം കിട്ടിയെങ്കിൽ വാപ്പ രക്ഷപ്പെട്ടു. നിനക്ക് വേണമെങ്കിൽ നീ വല്ലതും ചെയ്യണം. അള്ളാഹു ഓനും നല്ല മരണം കൊടുക്കുമാറാകട്ടെ. ഞാൻ അവന്റെ നെറ്റിയിൽ ഒരടയാളം കണ്ടു, ഒരു വെളുത്തും നിറം. ഞാൻ ചോദിച്ചു എന്തു പറ്റിയിട്ടാ? അത് കടലിലെ വെള്ളത്തിനെ കുറ്റം പറയുന്നേട്ടോ. പാവ, അൽഹംദുലില്ലാഹ്. എന്നാൽ ഒരുപാട് കാലത്ത് ബന്ധമാണ്. സാധാരണ സംഘാടകർ വഴുത് കഴിഞ്ഞു പോയാ വരുന്നത് വരെ 100 വട്ടം വിളിക്കും, എവിടായി 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 എവിടായി. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോയാ വീടെത്തിയോന്ന് പോലും ആരും ചോദിക്കാറില്ല. ഉസ്താദ് വീടെത്തിയോന്ന് പോലും. എന്നാലും ആ ചെറുപ്പക്കാരൻ ഇന്നും ഇൻഷാ അല്ലാഹ്, ഞാൻ ആകെ 2 ദ്വീപിലേ വന്നിട്ടുള്ളൂ. ഒന്ന് കടമത്ത് ദ്വീപ്. ഇന്നും ഞാൻ ഇവിടെ വഴുതിന് വന്നപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വിളിച്ചു, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ എന്നാ വരുന്നേ. പിന്നെ ആകെ വന്നിരിക്കണത് ഇവിടെയാണ്. ഈ ലക്ഷദ്വീപിൽ കുറെ കൂട്ടുകാരുണ്ട്, നല്ല കൂട്ടുകാർ. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ കൂട്ടുകാരാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോ എൻ്റെ പെണ്ണുമ്പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുവരണം. വലിയ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പെണ്ണുമ്പിള്ള കേട്ടോണ്ടിരിക്കുന്നുണ്ടാവോള്. എൻ്റെ മോൻ എന്നോട് ചോദിക്കണം, അപ്പൊ എന്നെ എപ്പോഴാ കൊണ്ടുപോകണേന്ന്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. കാരണം എന്തേ? നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ. അവരെ കൊണ്ടുവന്നിട്ട് കറങ്ങാനും പിടിക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിലും ഈ നാടൊക്കെ വന്ന് കാണണം കേട്ടോ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മഹത്വം അറിയില്ല. അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ. ഈ നാടെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല.
ഇത്ര വലിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു വലിയ അത്ഭുതങ്ങൾ. കുൽ സീറൂ ഫിൽ അർള് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുഖദ്ദിബി, ഖുർആൻ പറഞ്ഞത് കാണാനല്ലേ? ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാത്തതെന്തേ? ഈ 4 ഭാഗത്തും കടലല്ലേ? ആ കടലിന്റെ അടിയിൽ ആ കടലിന്റെ നടുക്ക് ഒരല്പം പോലും വെള്ളം കയറാതെ നിങ്ങൾ എങ്ങനെ കിടക്കുന്ന സഹോദര ഈ നാട്ടില്? അത് തന്നെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമല്ലേ? ഇനി എന്തെല്ലാം സുനാമി ഉണ്ടായപ്പോ വെള്ളം കയറിയപ്പോ അന്നേരം നോക്കിയേ, ഇവിടെ തെങ്ങളോളം വലുപ്പമുള്ള വെള്ളം കയറിയപ്പോ പോയി എന്തെല്ലാം സംഭവിച്ചാലും അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത് നിങ്ങൾ ചിന്തിക്ക്. എന്ത് മനോഹരമായ രീതിയിൽ അള്ളാഹുവെ ആദ്യമായിട്ടൊക്കെ വരും. എൻ്റെ കൂടെ നിഷാദ് വന്നിട്ട് ഇതെന്താ ഉസ്താദെ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ? ഇവിടെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ചങ്ങാതി? അള്ളാന്റെ സ്വർഗം എന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിക്കേ, എന്ത് മനോഹരമായ രീതിയിൽ. ഹലാല് മാത്രമല്ലേ ഉള്ളൂ, ഹറാമൊന്നും ഇല്ലല്ലോ ഇവിടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ ചെറിയ കാറ്റും മഴ ഇടിയൊക്കെ നടക്കും, അതൊന്നും കാര്യാക്കണ്ട. നിങ്ങളൊക്കെ തീയിൽ കുരുത്തവരല്ലേ. എടാ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കോ? ഒരു പേടിയാ? നിങ്ങൾക്ക് ആ പേടിയൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈ നാടിന് അള്ളാഹു ചെയ്ത സഹായങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം വേണോ? 5 നയാ പൈസയുടെ ചെലവില്ല. നിങ്ങൾ വിചാരിക്കും ഇയാൾ പിരിക്കാൻ പോവാന്ന്. അല്ല, ഞാൻ പിരിക്കാൻ തുടങ്ങുമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല മരണം വേണോ? 5 നയാ പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കം ഒഴിയണ്ട, ഒന്നും വേണ്ട. അള്ളാഹു പറയുന്നു, ഞാൻ തരാം നിങ്ങൾക്ക് നല്ല മരണം. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണോ? പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ വേണോ? വേണം. കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? രാത്രി ഉറക്കം ഒഴിയണോ? ഒന്നും വേണ്ട. നിനക്ക് അലി ഉസ്താദിന് കിട്ടിയതിനേക്കാളും മനോഹരമായ മരണം നിനക്ക് വേണോ? അള്ളാഹ് പറഞ്ഞു ഞാൻ തരാം. അതൊന്നും അല്ല ചങ്ങാതി മരണം. നമ്മൾ കാണുന്നൊന്നുമല്ല മരണം. യഥാർത്ഥത്തിൽ നല്ല മരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. പക്ഷെ ഓസിന് കിട്ടുവോ? ഓസിന് കിട്ടുവോ? ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. എത്ര കാര്യം ചെയ്യണം? എത്ര കാര്യം ചെയ്യണം? നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലെന്നാ എനിക്ക് തോന്നണേ. എത്ര കാര്യം ചെയ്യണം? ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. പള്ളി കെട്ടി കൊടുക്കണോ? പള്ളി കെട്ടി കൊടുക്കണോ? വേണ്ട, വിളിക്കണ്ട. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബോട്ട് മുതലാളിയൊക്കെ തെക്ക് വടക്ക് നടക്കുവാണല്ലോ ചങ്ങാതിയറ. ഒരു പോയി ഇരിടോ. ബോട്ടൊക്കെ കരയിൽ കയറ്റിയിട്ടിരിക്കുക അല്ലേ? ആ കൊള്ളാം. എന്തുവാടാ ചങ്ങാതി കൊണ്ടുപോകുന്നത്? സെമിയായോ പായസോ? വഴുത് പറയുന്ന ഉസ്താദിന് ഓട്ടവെള്ളം, വഴുത് പറയുന്ന ഉസ്താദിന് വെള്ളം. കേൾക്കാൻ വന്നവർക്ക് എന്താ? ഹോർലിക്സോ പായസം കണ്ടോ? കുടിച്ചോ? അള്ളാഹു ബർക്കത്ത് മാറാകട്ടെ. ആ പായസം ഉസ്താദ് എഴുതി തന്നിട്ടുണ്ട്. പായസം കൊടുക്കട്ടെ. കൊടുക്ക്. തൊണ്ടേ കുരുങ്ങാതെ നോക്കിയോ. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. മേക്ക് സെറ്റ് തരാം. ഞാൻ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ മനുഷ്യന്മാരെ. അപ്പൊ പായസം ഒന്ന് താത്തി വെച്ച ഒരു ഫാത്തിഹ ഓദിക്ക്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ.
അപ്പൊ അള്ളാഹു പറയുകയാ ഒരേ ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്യോ? ഇയാളിനി വല്ല കഷ്ടപ്പാടുള്ള കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ? എന്താണ് ആദ്യം കേക്ക്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കേക്ക്. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 പ്രതിഫലം തരും. ഒരു നന്മ ചെയ്ത 2 പ്രതിഫലം തരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? അള്ളാഹു പറയുന്ന നിസ്കരിക്കുന്നവർക്ക് 2 പ്രതിഫലം. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു 2 പ്രതിഫലം തരും. ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കിട്ടും? എന്ത് കിട്ടും? ഉറക്കപ്പറ, ഉറക്കപ്പറ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? എന്ത് ചെയ്താ? എന്ത് ചെയ്താ? എടോ, ഈ കവരത്തിയില്, ഈ അകത്തിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഈ ദ്വീപിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര്? നിങ്ങൾക്ക് എന്താ ഒരു വിഷമമുള്ളത് പോലെ? എടാ, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? വൈസി. ഈ അകത്തിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? പള്ളിയിലെ ഖതീബ്. വല്ല സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടാ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന പള്ളിയിലെ ഉസ്താദാ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉസ്താദിന് ഏറ്റവും നല്ല ഫുഡല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾ ഉസ്താദാ. ഉസ്താദിന് ഏറ്റവും കൂടിയ ഭക്ഷണം ഇല്ലേ? ഇറച്ചി അല്ല, മട്ടൻ. നമ്മുടെ നാട്ടിലൊക്കെ 1000 രൂപ 1 കിലോ മട്ടന്, ഇവിടെ 400 രൂപ ഉള്ളില്ലേ. ഇവിടെ നല്ല മനോഹരമായ ഏറ്റവും നല്ല ഭക്ഷണം ഉസ്താദന്മാരാ കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ പറഞ്ഞത് വേണ്ടെന്ന്, വേറെ വല്ല സാമ്പാറും ചോറും തരാൻ. ഇറച്ചിയും മീനൊക്കെ ഇല്ലേ കഴിച്ചില്ല. പൈസയോട് ഇത്ര ഇഷ്ടം ഉണ്ടെന്ന് ഇപ്പോഴാ അറിയണ കേട്ടാ. അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉസ്താദാ. എന്തുകൊണ്ട്? നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിൽ ആര് പള്ളിയിലുണ്ട്? ഉസ്താദുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ കിട്ടാത്ത? ഉസ്താദ് നിസ്കരിക്കുന്നവർക്ക് ഉസ്താദന്മാരുടെ പ്രത്യേകത മാത്രമൊന്നുമല്ല, അള്ളാഹു നിസ്കരിക്കണ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അല്ല പറഞ്ഞു, നീ വിചാരിക്കണത് നീ കടലിൽ പോയാ മീൻ കിട്ടിയില്ലെങ്കിൽ അല്ല, അത് വേറെ. അള്ളാഹു പറയുന്നു, ഞാനാടാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാൻ തരും മരിക്കണ കാലം വരെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, കടലിൽ മീനുണ്ടെങ്കിലും മീനില്ലെങ്കിലും, കടലിൽ മീനില്ലേ? ഉണ്ടോ? കടലിലല്ലേ മീൻ കിടക്കണേ. നിന്റെ ബോട്ട് പോകുമ്പോ കിട്ടാത്തത് നിന്റെ പോരായ്മ ഉണ്ടല്ലേ? എടാ, ഇപ്പൊ ബോട്ട് മെഷീൻ വെച്ച് ക്യാമറ വെച്ചിരിക്കുക മനുഷ്യന്മാരെ ബോട്ടിനകത്തില്ലേ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് പോയപ്പോ മീൻ പിടിച്ച വീഡിയോ എപ്പോഴും കിടപ്പുണ്ട്. ഇന്ന് ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ക്യാമറയും വെച്ചിട്ടാ പോണേ. ഞാന് താനൂര്, കേരളത്തില് മലപ്പുറത്ത് താനൂർ എന്ന് പറയുന്ന സ്ഥലം പോയപ്പോ ഞാൻ ചോദിച്ചു, ആ പോണേ എന്താ? അത് അയിലേ അവസ്ഥാതെ, ഇത് നെത്തോലിയ അവസ്ഥാതെ. ഇങ്ങനെ ക്യാമറക്കകത്ത് കാണാം, ചുമന്ന നിറത്തിൽ ഇങ്ങനെ പോകുന്ന മീൻ. അള്ളാഹു കടലിൽ പോയി ജീവിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, നിങ്ങൾ ആര്? നിങ്ങൾ ചോദിക്കുന്നത് ഉസ്താദന്മാർക്ക് മാത്രം പ്രത്യേകമല്ല.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവനും കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ അള്ളാഹ് ഭക്ഷണം കൊടുക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്താ എനിക്ക് കിട്ടാത്ത? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നീ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്ത് നിസ്കരിക്കുന്നില്ല. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഉസ്താദ് നീയും തമ്മിലുള്ള വ്യത്യാസം, ഉസ്താദ് 5 നേരവും ബാങ്ക് വിളിച്ച ഉടനെ ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കും. നീയോ നിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലും നിസ്കരിക്കും. അതാ വ്യത്യാസം. സമയത്ത് നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ ഖുർആൻ പറയാ, ആരാണോ നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹ് എന്ന് പറഞ്ഞ വാക്ക് പാലിക്കണ ആളാ. മറ്റേ ചങ്ങാതിയെ പോലെ പറ്റിച്ചിട്ട് പോണ ചങ്ങാതിയല്ല. തരുമെന്ന് പറഞ്ഞ അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ആവശ്യം എന്താ? ഉസ്താദെ ആരുടെ മുമ്പിലും കൈനീട്ടരുത്, മരിക്കുന്ന കാലം വരെ ഭക്ഷണം കഴിക്കണം. അതിന് നീ തലകുത്തി ഒന്നും നിൽക്കണ്ട, 5 നേരം നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് പോകുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണം. അതിന്റെ അടുത്ത ആഗ്രഹം. അള്ളാഹു പറയുകയാ, വൽആഖിബത്തു ലിത്തഖ്വ, ഞാൻ തരാം നിനക്ക് നല്ല മരണം. നീ നിസ്കരിക്കുമോ? നീ 5 നേരം നിസ്കരിക്കുമോ? നിനക്ക് ഞാൻ തരാം നല്ല മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ എന്തേ നിനക്ക് ഇത്ര മടിയെന്തേ മോനെ? അൽഹംദുലില്ലാഹ്, ഒരുപാട് പള്ളികളുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണല്ലോ. അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാൻ മടി കാണിക്കുന്നതെന്തേ ചെറുപ്പക്കാരാ? പെങ്ങള് എന്തിനാ പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സഹോദരങ്ങളോട് വെറുതെ വഴിയോരത്തിരിക്കുമല്ലോ? അതാ പടച്ചവനെ കടലിന്റെ ചാരത്ത് പോയിരിക്കുകയാണ്. പടച്ചറപ്പേ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കാൻ മനസ്സില്ലാതെ നടക്കുന്നവരോട്, ആ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്ക് അല്ലാഹു മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം തരികയാണ്, ഈമാനുള്ള മരണം തരികയാണ്. ഇതിനെക്കാളും നിനക്ക് എന്തേ വേണ്ടത്? ഇതിനെക്കാളും ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു നല്ല മരണം തരാമെന്ന്. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ പെങ്ങള്? ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഒരു നല്ല മരണമെന്ന് പറഞ്ഞാൽ ഒരു സാമ്പിള് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് ഹുബൈബ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഹുബൈബ്, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചിരുന്ന ഹുബൈബ്. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാ. ഹുബൈബിനെ ശത്രുക്കൾ പിടിക്കുകയാ, ഹുബൈബിനെ ശത്രുക്കൾ പിടിക്കുകയാ. അവിടെ നിന്ന് ഹുബൈബിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പടച്ചവനെ ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബ് മതം മാറണം ഹുബൈബ്, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പാടാ ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളെ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ശത്രുക്കളെ മുഴുവനും പറയുമ്പോ ഹുബൈബ് പറഞ്ഞ മറുപടി, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, ഹുബൈബ് നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക്
നിനക്ക് കൂടെ കിടത്താ. നീ ഏത് പെണ്ണിനെയാണോ കാണിക്കുന്നത് അവളെ നിനക്ക് തരാമടാ ഹുബൈബ്. അധികാരം തരാമടാ ഹുബൈബ്, സമ്പത്ത് തരാമടാ ഹുബൈബ്. മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാടാ. ഹുബൈബ് തങ്ങളെ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ച റബ്ബേ, അങ്ങനെ നേതാക്കന്മാര് തീരുമാനമെടുക്കുകയാ. ഇനി ഒരാളും മതം മാറരുത്, ഇനി ഒരാളും മതം മാറരുത്. ഈ ഹുബൈബിനെ തൂക്കിലേറ്റണം, പരസ്യമായി തൂക്കിക്കൊല്ലണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ തൂക്കിക്കൊല്ലണം. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. പടച്ചവനെ, കഴുകുമരം റെഡിയാവുകയാ, കഴുകുമരം റെഡിയാവുകയാ, തൂക്ക് കയറ് റെഡിയാക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? അവര് പറഞ്ഞു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. കാരണം അവര് വിചാരിച്ചു ഹുബൈബ് പടച്ചവനെ ജീവനോടെ വിടണമെന്ന് പറയുമെന്ന്. അവര് പറഞ്ഞു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. അങ്ങനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അവസാനമായിട്ടൊന്ന് സുജൂദ് ചെയ്യണം. പടച്ചവനെ, ശത്രുക്കൾ അവിടെന്ന് സമ്മതിക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് വുളുവെടുക്കുകയാണ്, അവിടെന്ന് വുളുവെടുക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത്, ചെറിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞപ്പോ ഹുബൈബ് തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണിട്ട് ഹുബൈബ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, എപ്പ നിസ്കരിക്കുമ്പോഴും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഈ ഹുബൈബ് നിസ്കരിച്ചിരുന്നത്. ഇന്ന് ചെറിയ സൂറത്തുകളാ പാരായണം ചെയ്തത്, ഇന്ന് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതിയില്ലാഞ്ഞിട്ടല്ല. അല്ലാഹുവേ, എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവര് വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് നിസ്കാരം എളുപ്പത്തിൽ തീർത്തത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഹുബൈബ് തങ്ങളെ കയറ്റി നിർത്തി, 2 കാലും കെട്ടി, കൈ 2ഉം കെട്ടി, മുഖം മറയ്ക്കാൻ സമയമായപ്പോ നേതാവ് വിളിച്ചു പറഞ്ഞു, മറക്കല്ലേ, ഹുബൈബിന്റെ മുഖം മറക്കല്ലേ. വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്നിട്ട് ഇവന് മരണവപ്രാളത്തിൽ പിടയുന്നത് മറ്റുള്ള ജനങ്ങളെ കാണട്ടെ, പരസ്യമായിട്ട് വേണം ഇവനെ കൊല്ലാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി കഴുത്തിലേക്ക് കയറെടുത്തിട്ട് കൊല്ലുന്നതിന് മുമ്പ് അവസാനമായി പിന്നെയും ചോദിക്കുന്നു, ഹുബൈബ്, ചെറിയ പ്രായമാടാ ഹുബൈബ്, അടിച്ചു പൊളിക്കണ്ട പ്രായമാ ഹുബൈബ്, എന്തിനാടാ വെറുതെ ചാകുന്നത്, എന്തിനാ വെറുതെ ചാകുന്നത്? മതം മാറണ്ട, മതം മാറണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാ മതി. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് നീ പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ ഹുബൈബ്, നിന്നെ ജീവനോടെ വിടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ?
എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ പറയൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ പറയൂല. അവസാനം പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വയ്യകുതഉരിജിലി, പാട്ടുപാടിയടാ ചെറുപ്പക്കാരാ. കഴുത്തില് കയറ് മുറുക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, തൂക്കിക്കൊല്ലണോ, വെട്ടിക്കൊല്ലണോ, കത്തിക്കണോ? നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല, എനിക്ക് ഷഹീദിന്റെ കൂലിയാ. പടച്ചവനെ ഹുബൈബ് ചിരിച്ചുകൊണ്ട് പറയുമ്പോ ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തെന്നറിയുമോ? അവരെന്ത് ചെയ്തെന്നറിയുമോ? കുന്തമെടുത്തുകൊണ്ട് വന്ന് ഹുബൈബിന്റെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി. പടച്ചവനെ പച്ചയിറച്ചി വലിച്ചു പറിക്കുകയാ. ഹുബൈബ് ഇബ്നു അദിയ്യ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഹുബൈബ് തങ്ങൾ കരയുകയാണ്, ഹുബൈബ് തങ്ങൾ കരയുകയാണ്. കഴുത്തില് കയറിട്ട് മുറുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് കരയുകയാ. ആ രംഗം കണ്ടിട്ട് ചിരിച്ചടോ. ശത്രുക്കൾ മുഴുവനും ചിരിക്കുകയാണ്, അവരാസ്വദിക്കുകയാണ്, അവരത് കണ്ട് ആനന്ദിക്കുകയാ. കഴുകുമരത്തിൽ കടന്നു മരണവപ്രാളത്തിൽ പിടയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹു പറഞ്ഞല്ലോ നല്ല മരണം കൊടുക്കുമെന്ന്, നല്ല മരണം കൊടുക്കുമെന്ന്. നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന മരണം അറിയുമോ ചെറുപ്പക്കാരാ? എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ പെങ്ങന്മാരോട്, നിസ്കരിക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന മരണമാ പറയുന്നത്. കഴുകുമരത്തിൽ കടന്നു മരണവപ്രാളത്തിൽ ഹുബൈബ് കടന്നു പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ വരികയാ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ല തരാമെന്ന് പറഞ്ഞ മരണമിതാടാ മോനെ, അല്ല തരാമെന്ന് പറഞ്ഞ മരണമിതാ പെങ്ങള്. ആകാശലോകത്ത് നിന്ന് 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഹുബൈബ് ഇബ്നു അദിയ്യ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. കരയല്ലേടാ ഹുബൈബ്, വിഷമിക്കല്ലേടാ ഹുബൈബ്. മലക്കുകൾ പറന്നു കൊടുക്കുകയാ. കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറന്നു കൊടുക്കുകയാ. പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, പറയടാ ഹുബൈബ്. കടുകുമരത്തിൽ കടന്ന് പിടയുന്ന ഹുബൈബ് പടച്ചവനെ വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ, ഇടിത്തീ വീണതുപോലെ പടച്ചവനെ കണ്ണ് തള്ളിപ്പോയടോ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നന്മാരുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഹുബൈബ് ശഹാദത്ത് കലിമ പറയുന്നത് എവിടെ നിന്നാണ്? കഴുകുമരത്തിൽ കടന്ന് പിടയുമ്പോ, കഴുകുമരത്തിൽ കടന്ന് പിടയുമ്പോ മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബ്. ഇതുവരെ അവര് കളിയാക്കിയില്ല, ഇതുവരെ അവര് കളിയാക്കിയില്ല. ഇനി നീ ചിരിക്കടാ, ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാണ്. കഴുകുമരത്തിൽ കിടന്നിട്ട് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്.
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ മരിച്ചു കിടക്കുമ്പോ തൂങ്ങി മരിക്കുന്നവന്റെ ജനാസ കാണാൻ പേടിയാണ്, കണ്ണ് തള്ളുമല്ലോ. വായിലൂടെ പതയും നുരയും ഒലിക്കും, നാക്ക് കടിച്ചു പിടിക്കും, ശരീരം മുഴുവനും കീറി മുറിക്കും. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തിയിട്ട് നിൽക്കുന്ന മരണം. എന്നാ ഹുബൈബ് തങ്ങള് കഴുകുമരത്തിൽ മരിച്ചു കിടക്കുമ്പോ ഓരോ ശത്രുവും വന്ന് നോക്കുന്നു. അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്, ഹുബൈബിന്റെ ചിരി കണ്ട മുസ്ലിമായവരുണ്ട്. പടച്ചവനെ, ഹുബൈബ് തങ്ങളുടെ തല കഅബാലയത്തിന്റെ നേരെയാ. മരിച്ചു കിടക്കുമ്പോഴും ഹുബൈബിന്റെ തല അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന വാപ്പാ, പ്രായം ചെന്നിട്ടും രോഗം പിടിച്ചിട്ടും നീ നിസ്കരിക്കാൻ പോകുന്നവനല്ലേ? നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ മക്കള് വേണ്ട, നിന്റെ കൂടപ്പറപ്പ് വേണ്ട, നിന്റെ ഭാര്യ വേണ്ട, ഒരാളുടെയും ആവശ്യം നിനക്കില്ല. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് നിന്നോട് പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിറാജ് കയ്യെന്നിട്ട് പറഞ്ഞതല്ല, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയം അള്ളാഹുവിന്റെ മലക്കുകൾ അടുത്തു വരും. പടച്ച റബ്ബിന്റെ മലക്കുകൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു തരും, എന്തിനാ പേടിക്കുന്നേ, എന്തിനാ വിഷമിക്കുന്നേ, എന്തിനാ നിലവിളിക്കണേ? അല്ലാഹ് നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നേ? പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കുന്നുണ്ട്, മരിച്ചുപോയ വാപ്പാടെ രൂപത്തിൽ, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിൽ. ആ ശപിക്കപ്പെട്ടവൻ വന്ന് നിന്റെ ഈമാൻ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ ആരാ? നിന്റെ കൂട്ടുകാരൻ, നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരാണ് ഞങ്ങൾ. പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ആ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ ഉപ്പ മരിക്കാൻ കിടന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാനുള്ള കാരണം എന്താ? നിന്റെ വാപ്പ ഒരു വഖത്ത് പോലും മുടക്കില്ലായിരുന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. 2, നിന്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കും. നിന്റെ മുഖം കാണുന്ന ഒരാളും നിന്നെ മറക്കൂല. നിങ്ങൾ അലി ഉസ്താദിന്റെ കഥ മാത്രം പറയണ്ട. ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ജനാസ കണ്ടിട്ടുണ്ട്, എന്നാൽ കണ്ട ജനാസ മുഴുവനും ഓർമ്മയില്ല. ചില ജനാസ ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം അവരുടെ മുഖത്തൊരു പ്രകാശം, അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് മലക്കുകൾ പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്, ഇത്രയും നേരം അവമരെ കളിയാക്കിയില്ലേ, ഇനി നീ ചിരിക്ക്. ഹുബൈബ് തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. മരിച്ചു കിടന്നപ്പോ വന്ന് മുഖത്ത് നോക്കുന്നുണ്ട്, എന്തൊരു പ്രകാശം, സുബ്ഹാനല്ലാഹ്. ആ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് കഅബയുടെ നേരെ വെച്ചപ്പോ ശത്രുക്കൾ തല പിടിച്ച് തിരിക്കാൻ നോക്കി, തിരിഞ്ഞില്ല. ആ കഅബാലയത്തിന്റെ നേരെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കടന്നു. തല കഅബയുടെ നേരെ. ശത്രുക്കൾക്ക് ദേഷ്യം കൂടി. അവര് പറഞ്ഞു, ഇവന്റെ ജനാസ പോലും കൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്ത് നാറട്ടെ, ഈ ജനാസ പോലും കൊടുക്കരുത്. മുഹമ്മദിനും അനുയായികൾക്കും ഇവന്റെ മയ്യത്ത് പോലും കൊടുക്കരുത്, ഇവിടെ കെട്ടി ഈ പാറയുടെ മുകളിൽ, ഈ മലമുകളിൽ തൂക്കിയിട്ടേക്കാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടു, കൊടുത്തില്ല ജനാസ. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. ഹുബൈബിന്റെ അവസ്ഥ ഓർത്തിട്ട് നബി തങ്ങൾക്ക് സങ്കടമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സ്വഹാബ, ആരാ ഹുബൈബിനെ ഖബറടക്കുന്നേ? നിങ്ങളിൽ ആരാ ഹുബൈബിനെ ഖബറടക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ പോകാൻ
നബിയേ, ഞാൻ പോകാൻ നബിയേ, ഹുബൈബിനെ ഞാൻ ഖബറടക്കാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സമ്മതം കൊടുക്കുകയാ. അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതം കൊടുക്കുമ്പോ ആ സ്വഹാബി പോവുകയാണ്. ശത്രുക്കള് കാവല് നിൽക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുക്കാൻ ആ സ്വഹാബി പറയുകയാണ്. അവിടുന്ന് കടന്നു ചെല്ലുമ്പോ ശത്രുക്കള് മുഴുവനും കള്ളു കുടിക്കുകയാണ്. കാവല് നിൽക്കുന്ന ശത്രുക്കള് മുഴുവനും ഒരുമിച്ച് നിന്ന് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിൽക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വരികയാണ്. ഒരു ഗ്ലാമറുള്ള പെണ്ണ് കടന്നു വരികയാണ്. കള്ളു കുടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളോട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കളെ ചോദിക്കുകയാണ്, ഈ ചത്തുകിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്തു കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. എനിക്ക് ഹുബൈബിന്റെ തല വേണം, അവന്റെ തലയോട്ടി വേണം. എന്തിനാ കള്ളു കുടിക്കാൻ? എന്തിനാ കള്ളു കുടിക്കാൻ? പടച്ചവനെ ആ പെണ്ണ് പറയുകയാണ്, നിങ്ങളിൽ ആരാ കൊണ്ടുവരുന്നത്? നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല കൊണ്ടുതരുന്നത്? അവന് ഞാൻ എന്റെ ശരീരം തരാ. അല്ലാഹുവേ, ആ പെണ്ണ് തന്റെ ശരീരം അങ്ങ് തുറന്നു കാണിക്കുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടി വാട് പിടിച്ചുകൊണ്ട് ഓടുകയാണ്. കഴുകുമരത്തിന് തൂക്കിയിട്ടിരിക്കുന്ന ഹുബൈബ് ബിൻ അദിയ്യ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബികളെ തല വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കാൻ ശത്രുക്കൾ ഓടുമ്പോ സ്വഹാബി ഈന്തപ്പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാം. സുബ്ഹാനല്ലാഹ്. സഹാബി നോക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. തലവെട്ടാൻ പോയവന്മാര് മുഴുവനും നിലവിളിച്ചുകൊണ്ട് പേടിച്ച് വിറച്ചവരപ്പോൾ ജീവനോടെ ഓടുകയാണ്. ജീവനും കൊണ്ട് ഓടുകയാണ്. ഒന്നും കാണുന്നില്ലടോ. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. സഹാബി ഈന്തപ്പനമരത്തിന്റെ മുകളിലിരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഒന്ന് സമാധാനമായപ്പോ ഈന്തപ്പനമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. ആ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. എന്തു സംഭവിച്ചതെന്നറിയില്ല. കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. നബി തങ്ങൾ അവിടുന്ന് ചിരിക്കുകയാ. ജനാസയ്ക്ക് എന്തു പറ്റി നബിയേ? സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി സഹാബ. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാ നബിയേ ഹുബൈബിനെ ഖബറടക്കിയത്? ആരാ നബിയേ? വഅദ് കേൾക്കാമെന്ന് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ യുവത്വത്തോട് പറയുകയാ, മോനെ നിസ്കരിക്കുമോടാ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പള്ളിയിൽ ചെന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? എങ്കിൽ അല്ലാഹു തരുന്ന മരണം പറയാ, നിന്റെ മരണമാടാ. ഈ നാട്ടുകാരായ ചെറുപ്പക്കാരോട് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്ത മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന ഈ നാട്ടുകാരായ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, ആരാ ഹുബൈബിനെ ഖബറടക്കിയതെന്നറിയോ? ജീവിതത്തിന്റെ
അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ്, ആ ഹുബൈബിനെ ജനാസ കബറടക്കിയതാരാ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു ദിവസം വിളിച്ചു പറയുമടോ, സിദ്ദീഖ് പള്ളിയിലാകട്ടെ പരിസരത്തുള്ള പള്ളികളിലാകട്ടെ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്കരിക്കുന്നതിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ചു പറയും, നീ മരണപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോ നാട്ടുകാര് മുഴുവനും കുടുംബക്കാര് മുഴുവനും നിന്റെ വീട്ടിൽ വരും. ടാർപ്പ് കെട്ടാൻ ആള്, കസേര നിരത്താൻ ആള്, ചൂടുവെള്ളം തയ്യാറാക്കാൻ ആള്, നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ വരാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു, നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ ജനാസ എടുക്കും. നിന്റെ ജനാസ എടുത്ത് വീടിന്റെ പുറകിൽ കൊണ്ടുപോയി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തും. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റും, നജസ്സുകൾ കഴുകി വൃത്തിയാക്കും, നെഗത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളയും. എന്നിട്ട് നിന്റെ ജനാസ ആ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് അങ്ങോട്ട് കുളിപ്പിക്കും. നിന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുപിടിപ്പിക്കും. എന്നിട്ട് നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കും. നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി മോനെ ഒന്നുപിടിപ്പിച്ച് ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത ആ 3 കഷ്ടം വെള്ള തുണിയിൽ നിന്റെ ജനാസ പൊതിയും. ആ ജനാസ പൊതിഞ്ഞു കഴിയുമ്പോ ഒരാള് പുറത്തു വന്നിട്ട് പറയാ, എല്ലാരും ഒന്ന് മാറി നിൽക്ക്, ജനാസ എടുക്കാൻ സമയമായി. നിന്റെ വീട്ടിൽ വന്നവര് മുഴുവനും മാറി നിന്നു. കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തും. അന്ന് നിന്റെ വീട്ടിൽ കാലുകുത്താൻ സ്ഥലമില്ലടാ മോനെ. ഈ നാട് മുഴുവനും വന്നിട്ടുണ്ട്. വിളിക്കാത്തവരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും നിന്റെ വീട്ടിൽ. അന്ന് പരാതിയില്ല ആർക്കും. നീ വിളിക്കാത്തതിൽ ആർക്കും സങ്കടമില്ല, ആർക്കും പരാതിയില്ല. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്തുണ്ട്. ഉസ്താദന്മാര് വന്നിട്ടുണ്ട്, മയ്യത്ത് കെട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നു. നിന്നെ ഇതാ കൊണ്ടുവന്ന് 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തി. അപ്പോഴാണ് ഉസ്താദ് ചോദിക്കുന്നു, ആ പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാ മോനെ പഞ്ഞി? എന്തിനാ സമയത്ത് പഞ്ഞി തിരക്കുന്നത്? മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. ആ മയ്യത്ത് തുണി, ആ പഞ്ഞി വാങ്ങിയിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കും. എന്നിട്ട് പറയാ, കാണേണ്ടവരൊക്കെ കണ്ടോളാൻ. സിറാജിനെ കാണേണ്ടവരൊക്കെ കണ്ടോ, ഫൈസി ഉസ്താദിനെ കാണേണ്ടവരൊക്കെ കണ്ടോ, റൌഫിനെ കാണേണ്ടവരെല്ലാരും കണ്ടോ. അങ്ങനെ എല്ലാരും തിരക്ക് കൂട്ടി. എന്നെയും നിങ്ങളെയും കാണാൻ എല്ലാരും ഇങ്ങനെ തിരക്ക് കൂട്ടിയപ്പോ ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പൊതിഞ്ഞേക്കാൻ, കണ്ടതൊക്കെ മതി ആ തുണി അങ്ങെടുത്ത് പൊതിയാൻ. സുബ്ഹാനല്ലാഹ്, ആ വെള്ള തുണി അങ്ങ് മുറുക്കി കെട്ടും. ആ വെള്ള തുണി കൊണ്ട് നല്ലതുപോലെ പൊതിഞ്ഞ് കാൽഭാഗവും തലഭാഗവും ചാക്ക് കെട്ടുന്നത് പോലെ ചുരുട്ടി അങ്ങോട്ട് കെട്ടുവടാ പൊന്നു ചെറുപ്പക്കാരാ. മോനെ, അല്ലാഹുവേ, ആ രംഗമൊന്ന് ചിന്തിക്ക സഹോദര. തഴബ ഉസ്താദ് പറയുകയാ, മയ്യത്ത് കട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരയ്ക്കുള്ളിൽ അപ്പോൾ രോദനം ഉയരുന്നേ. നിന്റെ ജനാസ അങ്ങട്ട് ആ മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് അങ്ങോട്ട് പൊക്കണ സമയത്ത് നിന്റെ വീട്ടിൽ ഒരു നിലവിളി കേൾക്കാം. ഉപ്പയും ഉമ്മയും മക്കളും കൂടപ്പറപ്പും ഭാര്യയും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കരയുന്ന ഒരു സമയം. അപ്പോഴാണോ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്നത്. ഇന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ കാനെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ എന്ന് മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം. നിനക്കറിയോ പ്രതിഫലം? നിസ്കരിക്കുന്ന എന്റെ മക്കളോട്, പാപ്പ നിനക്ക് തോന്നുന്നുണ്ടോ ഉപ്പ ഈ പ്രായം ചെന്ന് രോഗം പിടിച്ചിട്ടും നീ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉപ്പ? ഞാൻ എന്റെ ഉപ്പയോട് ചോദിക്കാം, ആരോഗ്യമുള്ള ചെറുപ്പക്കാര് നിസ്കരിക്കുന്നില്ലല്ലോ, നിന്റെ കൂടെ കടന്നവള് നിസ്കരിക്കുന്നില്ലല്ലോ. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പ, നീ സാധാരണ മനുഷ്യനാണോ ഉപ്പ? എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പെങ്ങന്മാരോട് ചോദിക്കട്ടെ,
നിന്റെ മക്കളും നിന്റെ മരുമക്കളും വീടിനകത്ത് കിടന്നിട്ട് ആസ്വദിക്കുമ്പോ നിസ്കാര പായിലിരുന്നിട്ട് നിസ്കരിച്ചത് ഖുർആൻ ഓതിയത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ ഉമ്മ? ഇല്ല. എടാ ചെറുപ്പക്കാരാ, ഈ പള്ളി ഒന്നും തികയില്ലടാ മോനെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, ഈ പള്ളി ഒന്നും തികയൂലടാ. നിന്റെ ജനാസ ചുമന്നിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഈ പള്ളിയും ഈ നാട് മുഴുവനും നിറയുവിടോ. ഈ നാട് മുഴുവനും നിറയും. കാലുകുത്താൻ സ്ഥലം കിട്ടൂല. നിന്റെയൊക്കെ ജനാസ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഈ പള്ളിക്കകത്ത് കേറാനോ ആ പള്ളിയുടെ പരിസരത്ത് പോലും പോകാൻ നിനക്ക് സമയം കിട്ടൂല. നിനക്ക് സ്ഥലമുണ്ടാകില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടൊന്നുമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രസിഡന്റോ ഗവർണറോ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ ഇവരാരും വരുന്നത് കൊണ്ടല്ലടോ. പിന്നെ ആര് വരുമെന്നറിയോ? എടാ VVIP മരിച്ച VVIP വരും. അതങ്ങനെ VVIPകൾ മരിക്കുമ്പോ VVIPകൾ വരും. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, ആകാശത്ത് നിന്ന് വരുവടാ നിന്റെ മയ്യത്ത് ഖബറടക്കാൻ 70,000 മലക്കുകൾ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആകാശത്ത് നിന്ന്. അതാടാ VVIP. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രതിപക്ഷമൊന്നും അല്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹ് എന്നല്ലാതെ വേറൊരു വാക്ക് അവർ പറയൂല. അവര് പാപം പറയൂല, പാപം ചെയ്യൂല, പാപം കാണൂല. അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് അല്ലാഹനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന 70,000 മലക്കുകൾ വരുവടാ നിന്റെ മയ്യത്ത് ഖബറടക്കാൻ. സിറാജ് വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ എന്റെ ഹുബൈബിനെ ഖബറടക്കിയത് മലക്കുകളാ സഹാബ. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്താടാ ഹുബൈബ്? എനിക്ക് അള്ളാഹുടെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചാ മതി എന്ന് പറഞ്ഞ ആ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറടക്കിയത് മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാ മോനെ അള്ള തരാമെന്ന് പറഞ്ഞ മരണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉപ്പയോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു വിട്ടുവീഴ്ചയുമില്ല. നിസ്കരിക്കാൻ അള്ളാഹു വിളിച്ചാൽ പിന്നെ നിനക്കൊന്നുമില്ല. ആ വിളിക്ക് ഉത്തരം നൽകുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹു പറഞ്ഞ പ്രതിഫലം മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും പോയിട്ട് കൈനീട്ടണ്ട. എനിക്ക് തിന്നാനില്ല, മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, എന്തെങ്കിലും താ എന്ന് പറഞ്ഞ് യാചിക്കണ്ട. നിനക്ക് അള്ളാഹു മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 5000 കോടി എങ്ങാണ്ട് ചിലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ചങ്ങാതി തന്റെ മകന്റെ നിക്കാഹ് നടത്തിയത്. കണ്ടില്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹം. ആ അംബാനിയുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും ഈ പാവപ്പെട്ട നിന്റെ വീട്ടില് മരിക്കണ കാലം വരെ തിന്നാനുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. അള്ളയാ പറഞ്ഞത്. സൂറത്തു ത്വാഹ ആർക്ക് വേണമെങ്കിലും പോയി എടുത്തു നോക്കാം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നല്ല മരണവും തരും, മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം. അതാ ഏറ്റവും വലുത്. നമ്മൾ ഉണ്ടാക്കിയ ഹറാമ് വരും, നമ്മൾ ഉണ്ടാക്കി ചിലപ്പോൾ ഹറാമ് കലരും. അള്ള തന്ന ഹലാലെ തരൂ. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് കിടന്ന ഷാഹുൽ ഹമീദിന്റെ മകനായ സിറാജ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് റൌഫിന്റെ വീട്ടിൽ പോയി ചപ്പാത്തിയും തിന്നിട്ടാ ഞാൻ വന്നത്. എൻ്റെ പേര് അള്ളാഹു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കിടന്ന ഞാൻ ഇവിടെ വന്നത്. എവിടെയോ കിടന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നത് അള്ളാഹു എനിക്ക് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ എഴുതി വെച്ച ഭക്ഷണം. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ സുൽഫിയുണ്ട്, ഷിഹാബുണ്ട്, എൻ്റെ ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരനായ നിഷാദുണ്ട്. ഇവർക്കും അള്ളാഹു എഴുതിയിട്ടുണ്ടോ? അള്ളാഹു ലോകത്തെവിടെ എഴുതിയിട്ടുണ്ടോ അത് നമുക്ക് തന്നെ കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, അള്ളാഹു പറഞ്ഞ 2 കാര്യം: മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. സഹോദര, നിങ്ങൾക്കറിയാം ഈ പരിപാടിയുടെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. മയ്യത്തടക്കാനുള്ള സ്ഥലം പോലുമില്ല, ഖബറടക്കാൻ 1 സെന്റ് ഭൂമി പോലുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ആ ഖബറടക്കുന്നതിന് വേണ്ടി ഒരു അല്പ സ്ഥലം വാങ്ങണം.
ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ദൈവ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, കേരളമല്ലത്, ലക്ഷദ്വീപാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മയ്യത്ത് കബറടക്കാനുള്ള സ്ഥലം പോലുമില്ല. ഒരല്പ സ്ഥലം വാങ്ങണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് ഇത്രയും പൈസ ചിലവഴിച്ച് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നഷ്ടമില്ല വാപ്പ. ചെറുപ്പക്കാരാ, എൻ്റെ ഉമ്മമാരെ, സദഖ വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ. ഇന്ന് ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ഉപ്പാനെ ഞാൻ കണ്ടു. എനിക്ക് കണ്ടപ്പോൾ വല്ലാത്ത, ആ ഫ്ലൈറ്റിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും രണ്ടുപേരും വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ആ ഉപ്പാടെ മൂക്കിലൂടെ പൈപ്പ് കയറ്റിയിട്ട് വളരെ പ്രയാസപ്പെട്ട് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത് കണ്ടു. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എത്രയോ പേര് എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ പലരും പറഞ്ഞു, ഉസ്താദെ സുഖമില്ല ഉസ്താദെ. എന്തിന് ഉസ്താദിന്റെ ഉമ്മ വരെ സുഖമില്ലാതെ പലരും പറഞ്ഞു, സഹോദര എടോ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവര് സദഖ കൊടുത്തിട്ട് ചികിത്സിക്കുന്നവരാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരുന്നു. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്. എന്നിട്ട് പടച്ചവനോട് പറയണം, അള്ളാഹുവേ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ സ്ട്രോക്കോ ബ്ലോക്കോ എന്തെങ്കിലും അല്ലാഹുവേ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഈ സദക്ക ഇതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ രോഗം മാറ്റണം, എൻ്റെ പ്രയാസം മാറ്റണം. അല്ല, നീ പറഞ്ഞ അടിമയുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം. എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ല എന്ന ഒരു നല്ല ഒരു നിയ്യത്തോടെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദക്ക വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാ സഹോദര. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാ ഇതുപോലൊരു വഅദ് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നത്. പടച്ച റബ്ബ് തരുന്ന ഒരു അവസരമാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയിട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മയ്യത്തടക്കാൻ ഒരാറടി മണ്ണിന് വേണ്ടി സ്ഥലം വാങ്ങാനാണ് പടച്ചവരെ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞിട്ടൊരു സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രഭാഷണം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന നിങ്ങളുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ കേരളം പോലെയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇൻഷാ അല്ലാഹ് ഈ നാടിൻ്റെ ഇവിടുത്തെ ഗൂഗിൾ പേയുടെ നമ്പര്, അക്കൗണ്ട് നമ്പരൊക്കെ വാട്സപ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ലൈവിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലേക്ക് അൽഹംദുലില്ലാഹ് ഒരു നല്ല ഒരു ഹദിയ നിങ്ങളുടെ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഒരല്പ വസ്ത്രം, ഒരു അല്പം സ്ഥലം അൽഹംദുലില്ലാഹ് ഖബറടക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ട് വേണം
മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും 5 വഖത്ത് നിസ്കാരവും സ്വന്തം കൈകൊണ്ട് ഒളുവെടുത്ത് ജമാഅത്തായി നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ 12 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഇപ്പോൾ 12 കാലായി. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ 1 മണിക്കൂർ വേണം അത് പറഞ്ഞു തീർക്കാൻ. രണ്ടാമത്തെ കാര്യം തുടങ്ങുവാണെങ്കിൽ പകുതി വെക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് നാളെ സ്വാഗതം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ എങ്ങും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. എപ്പോഴാ വഅദ് തുടങ്ങേണ്ടത്? നിങ്ങൾ വരുന്ന സമയം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് 9:30 ജീവനുണ്ടെങ്കിൽ തുടങ്ങും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ 9:30 തുടങ്ങിയാൽ 10:30, 11:30 ഇൻഷാ അല്ലാഹ് നമുക്ക് 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിഞ്ഞൂടെ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കഴുകി കളഞ്ഞിട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിൽ 3 ആയത്തുണ്ട്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ 3 ആയത്ത് പാരായണം ചെയ്താൽ ഇന്ന് വരെ ചെയ്ത സർവ്വ പാപവും പൊറുക്കും. ഒരു പുതിയ മനുഷ്യനെ പോലെ, ഉമ്മയുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച ആളെ പോലെ, ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയെ പോലെ യാത്രയാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 ആയത്ത് പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. സ്വർഗം വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കയ്യന്മാരെ അല്ലാഹ് അവിടെ കേറ്റത്ത് പോലും ഇല്ല. പൊക്കണമെങ്കിൽ ഫുള്ള് പൊക്കിക്കോ. അരക്കയ്യന്മാരുണ്ടോ സ്വർഗത്തിൽ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഈ കൈ പൊക്കിയതിന് പകരം അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് സ്വർഗം വേണോ, പാപം പൊറുക്കുന്ന ആയത്ത് വേണോ? ഏത് വേണം? ആക്രാന്തം പാടില്ല. അത് നമുക്കുള്ള ആക്രാന്തമാണ്. ധൃതി നമുക്കുള്ളതാണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ മതി. സ്വർഗത്തിൽ പോകാം. 3 ആയത്ത് ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാവവും അള്ളാഹു പൊറുക്കും. അപ്പൊ ആയത്ത് വേണോ, സ്വർഗം വേണോ? എന്ത് വേണം? ഇന്ന് രാത്രി മരിച്ച സ്വർഗത്തിൽ പോണ്ടേ? നാളെ ആയുസുണ്ടെങ്കിൽ അത് ബാക്കി. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്വർഗത്തിൽ പോകാനുള്ള സൂറത്ത് പഠിക്കാം. നാളെ പാവം പൊറുക്കാനുള്ള ആയത്ത് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സൂറത്ത് പോരെ? ഇൻഷാ അല്ലാഹ് ഓതുവോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുർആനില്ലേ? ഉണ്ടോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് എല്ലാവർക്കും അറിയണല്ലേ? ഈ സൂറത്തിനെ ആരാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആരെ? അല്ലവന്റെ ഭാര്യയോ? അവള് തേച്ചിട്ട് മക്കളെയും ലാസ്റ്റ് ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല വിഷയമാണ്. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. സിറാജൊക്കെ പ്രത്യേകിച്ച് വയലേക്കാൻ വരണം അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നോക്ക്, സ്നേഹിക്കോ? അർജന്റീനയുടെ കളിക്കാരനായ മെസ്സിയെ സ്നേഹിച്ചപ്പോ നമ്മളിവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ചില്ലേ? ഇതൊക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ ആ സൂറത്ത് പാരായണം ചെയ്യണം. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലും മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന.
ആരെങ്കിലും ഈ സൂറത്ത് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് 10 വട്ടം ഓതിയാ എവിടെ വീട് കിട്ടും? എവിടെ വീട് കിട്ടും? സ്വർഗത്തിൽ വീട് കിട്ടും. അപ്പൊ വീടിന് കുറ്റി അടിച്ചൂടെ? കുറ്റി അടിക്കണ്ടേ? അടിക്കണോ വേണ്ടേ? അടിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും ഒന്ന് നേരെ ഇരുന്ന് സ്വർഗത്തിൽ വീട് പണി തുടങ്ങാൻ പോവാ. എവിടെ? ഇവിടെ ലക്ഷ്യമില്ല. ഇവിടെ ആണോ? ഇവിടെ NRC വന്നാൽ പോണ്ട വരും. നമുക്ക് എവിടെ വീട് പണിയാ? നമ്മുടെ തറവാട്ടിൽ ഒരു വീട് പണി തുടങ്ങാൻ പോവാ. അപ്പൊ എല്ലാരും നേരെ ഇരിക്ക്. ഇൻഷാ അല്ലാഹ് ഒരു പതുക്കെ ബിസ്മി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കുറ്റിയടിക്കാം. ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറ്റിയടിച്ചോ? അടിച്ചോ? ഇനി എന്ത് ചെയ്യണം? തറ കെട്ടണം, ഫില്ലർ പൊക്കണം, കട്ട കെട്ടണം, വാർക്കണം, പൂശണം, പെയിന്റ് അടിക്കണം, പ്ലംബിങ്, വയറിങ്, അൽഹംദുലില്ലാ ടൈലൊട്ടിച്ച് ആ വീടിനകത്ത് കയറണം. അപ്പൊ ഇത്ര പണി കൂടെ തീരണമെങ്കിൽ എത്ര എണ്ണം കൂടെ ഓതണം? 9 എണ്ണം കൂടെ ഓതണം. ഈ 9 എണ്ണം കൂടെ ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു വീട് പരിപൂർണമായി പണിത് കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് വഴുത് കഴിഞ്ഞ് പോകുമ്പോ എന്റെ ഇറച്ചി ആരും തിന്നണ്ട, ഈ ഒതിക്കൊണ്ട് വീട്ടിൽ പൊക്കോളി. ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ അതൊന്നും മിണ്ടരുത്. 9 പ്രാവശ്യം ഈ സൂറത്ത് ഓതണം. വീട്ടിൽ പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലൊരു വീട് പണിയണം. അള്ളാഹു അവിടെ വെച്ച് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ.